തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. എത്ര ഭാഗ്യവാൻ ഞാൻ, ഈ ലോകയാത്രയിൽ എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തൊരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയായി. എത്ര ഭാഗ്യവാൻ ഞാൻ, ഈ ലോകയാത്രയിൽ എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തൊരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയാ. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ബൈജു അഗസ്റ്റിൻ തൃച്ചൂർ. ദൈവനാമത്തിന്റെ മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനധ്യാന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം അതിന്റെ 32-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. ദൈവത്തെ തന്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് മോശ എഴുതിയ ഒരു സങ്കീർത്തനമാണ് 32-ാം ആവർത്തന പുസ്തകത്തിൽ 32-ാം അധ്യായം. അത് താൻ പാടുകയും ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു സങ്കീർത്തനമാണ്. അതിന്റെ ഒരു വേദഭാഗമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്, 32:4. അവിടെ ദൈവത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്. തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായിട്ടുള്ള നല്ല കാര്യങ്ങൾ എന്ന് പറയുവാനായിട്ട് സാധിക്കില്ല. പക്ഷേ തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ജീവിത അന്ത്യത്തിൽ ദൈവത്തെക്കുറിച്ച് സ്തുതിച്ച് പാടുമ്പോൾ ദൈവം നല്ലവൻ എന്നാണ് അവിടെ മോശ പറയുന്നത്. ഈ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവന്റെ പ്രവൃത്തി അത്യുത്തമം. എങ്ങനെയാണ് കർത്താവിന്റെ പ്രവൃത്തി അത്യുത്തമം എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്? മോശ ഈ സങ്കീർത്തനം എഴുതുമ്പോൾ തന്റെ മരണം അടുത്തു എന്നാണ് ദൈവം പറയുന്നത്. നിനക്ക് കനാൻ ദേശത്തേക്ക് കടക്കുവാനായിട്ട് കഴിയില്ല, നിനക്ക് ആ ദേശത്തെ വേണമെങ്കിൽ ഒന്ന് ഒറ്റുനോക്കാം. തന്റെ ആഗ്രഹമായിരുന്നു ആ ദേശത്തേക്ക് കടന്ന് തന്റെ ജനത്തെ കൂട്ടിക്കൊണ്ടുപോയി താമസിപ്പിക്കണം എന്നുള്ളത്. പക്ഷെ അതിന് കഴിയാതെ വന്നപ്പോൾ തന്റെ ഹൃദയത്തിൽ വിഷമം തോന്നിയേക്കാം. പക്ഷേ ദൈവത്തെ ഒരു കുറ്റവും പറയാതെ താൻ പറയുകയാണ്, അവന്റെ പ്രവൃത്തി അത്യുത്തമം. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് നല്ലതല്ല എന്ന് തോന്നിയേക്കാം. പക്ഷെ ദൈവത്തിന്റെ മുൻപാകെ അത് നല്ലതാണ്. പക്ഷെ അത് വിലയിരുത്തി ദൈവത്തിന്റെ പ്രവൃത്തി നല്ലത് അല്ലെങ്കിൽ അത്യുത്തമം എന്ന് പറയുവാനായിട്ട് സാധിക്കുമോ? അത് സാധിക്കണം. രണ്ടാമത് പറയുകയാണ്, അവന്റെ വഴികളൊക്കെയും ന്യായം. മോശെ കടന്നു വന്ന വഴികൾ എങ്ങനെയുള്ളതായിരുന്നു? പ്രയാസം നിറഞ്ഞ വഴി, വെള്ളമില്ലാത്ത വഴി, ഭക്ഷണമില്ലാത്ത വഴി, എപ്പോഴും ആളുകളുടെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടുന്നതായിട്ടുള്ള വഴി, പലപ്പോഴും മറ്റുള്ള ആളുകൾ മുഖാന്തരം ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങൾ ഉണ്ടായിരുന്നതായിട്ടുള്ള വഴി, പലപ്പോഴും ദൈവത്തിന്റെ അടുത്തേക്ക് പോയി ജനത്തിന്റെ പിറുപിറുപ്പ് നിമിത്തം ദൈവത്തിന്റെ മുൻപിൽ കവിണ്ണു വീഴേണ്ടുന്ന വഴി. വഴികളെ നോക്കുമ്പോൾ ചിലപ്പോൾ നല്ല വഴികളായിട്ട് തോന്നുന്നില്ല. പക്ഷേ ദൈവം തന്നത് ഏതും നല്ലതെന്ന് സ്വീകരിച്ച് പറയുന്ന മോശെ പറയുകയാണ്, അവന്റെ വഴികളൊക്കെ ന്യായം. ന്യായം എന്ന് പറഞ്ഞാൽ അതിന് ഒരു തരത്തിലും കുറ്റം പറയുവാനായിട്ട് സാധിക്കില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത വഴികൾ ചിലപ്പോൾ നമുക്ക് പ്രയാസമായി തോന്നിയേക്കാം. നമ്മുടെ ജോലിയുടെ വഴികൾ ചിലപ്പോൾ പ്രയാസമായി തോന്നിയേക്കാം. കുടുംബജീവിതം ചിലപ്പോൾ പ്രയാസമായി തോന്നിയേക്കാം. അതുപോലെ നമ്മുടെ സഭാജീവിതം ചിലപ്പോൾ പ്രയാസമുള്ളതായി നമുക്ക് തോന്നിയേക്കാം. അത് ദൈവം കടത്തിവിടുന്നതായിട്ടുള്ള പ്രത്യേക സാഹചര്യമാണ്. പക്ഷേ അതൊന്നും ദൈവത്തെ കുറ്റം പറയുവാനായിട്ട് സാധിക്കില്ല. അതിന്റെ പിന്നിൽ നല്ലൊരു നന്മയുണ്ട്. കാരണം ഫെലിസ്ത്യ ദേശത്തു കൂടിയുള്ള വഴി എളുപ്പമുള്ളതെങ്കിലും ജനം യുദ്ധം കണ്ട് പേടിക്കും എന്ന് വിചാരിച്ച് ദൈവം മരുഭൂമിയിലെ കൂടെ കടത്തിവിട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം തരുന്ന വഴി നല്ലതാണ്. നാം തിരഞ്ഞെടുക്കുന്ന വഴി ചിലപ്പോൾ അത് ദോഷമുള്ളതായിരിക്കും. ഇവിടെ മോശ വന്ന വഴികളെക്കുറിച്ച് മോശ പറയുകയാണ്, അവന്റെ വഴികളൊക്കെയും ന്യായം. മൂന്നാമതായി താൻ പറയുന്നു, വിശ്വസ്തതയുള്ള ദൈവം.
എങ്ങനെയാണ് ദൈവം വിശ്വസ്തനുള്ള എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി തരുമ്പോൾ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ പ്രാർത്ഥന നിറവേറുമ്പോൾ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ജോലി കാര്യങ്ങൾ, നാം ആവശ്യപ്പെട്ട ജോലി നമുക്ക് ലഭിക്കുമ്പോൾ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവം വിശ്വസ്തനാണ്. പക്ഷെ ഇതെല്ലാം നടക്കാതെ വരുമ്പോൾ ദൈവം വിശ്വസ്തനാണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? തന്റെ ജീവിതത്തിലെ, മോശയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് തന്റെ ജനത്തെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു. അതിന് ദൈവം അനുവദിക്കാതെ വന്നപ്പോഴും ദൈവത്തിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ദൈവം വിശ്വസ്തതയുള്ള ദൈവം. നാലാമതായി അവിടെ പറയുന്നത് വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ. എങ്ങനെ പറയുവാനായിട്ട് മോശയ്ക്ക് സാധിക്കും? അവിടെ കാണുന്നത് തന്റെ സ്ഥാനം യോശുവയ്ക്ക് കൊടുത്തു. ദൈവം പറയുകയാണ്, നീയല്ല ഇനി ജനത്തെ യോർദാൻ അക്കരെ കൊണ്ടുപോകുന്നത്, നിന്റെ ദാസനായിട്ടുള്ള യോശുവയാണ്. നമ്മുടെ സ്ഥാനം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ മുഖത്ത് നോക്കി വ്യാജമില്ലാത്തവൻ, നീതിയും നേരും ഉള്ളവൻ എന്ന് പറയുവാനായിട്ട് സാധിക്കുമോ? പ്രിയമുള്ളവർ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ വഴികളിൽ ദൈവം ചിലപ്പോൾ പ്രയാസം കൊണ്ടുവരുന്നത് നന്മയ്ക്കായിരിക്കാം. അപ്പോഴും ദൈവത്തിന്റെ മുഖത്ത് നോക്കി യഥാർത്ഥ ഭക്തൻ പറയും, ദൈവം വിശ്വസ്തനാണ്, അവന്റെ പ്രവൃത്തി അത്യുത്തമമാണ്, അവന്റെ വഴികളൊക്കെയും ന്യായമാണ്. വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്ത ദൈവം, നീതിയും നേരുള്ള ദൈവം. ഇന്ന് നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളോട് പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ ദൈവത്തിന് മുൻപാകെ കുറ്റം പറയാതെ അത് നന്മയ്ക്കെന്ന് മോശയെ പോലെ ചിന്തിച്ച് ദൈവത്തെ വാഴ്ത്താം. കർത്താവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. എത്ര ഭാഗ്യവാൻ ഞാൻ, ഈ ലോകയാത്രയിൽ എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തൊരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ